കേരള രാഷ്ട്രീയം അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഈ പ്രതിസന്ധി മുറിച്ചു കടക്കുന്നതിന് രാഷ്ട്രീയത്തിലെ മറ്റൊരു സാധ്യതയാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. ഒന്നാമത് CPI കുറച്ചു കാലം കൊണ്ടേ UDF ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അടൂർ പ്രകാശിനെ പോലെയുള്ള UDF കൺവീനറും സംഘമൊക്കെ പറയുന്നത് UDF വരിക എന്നാണ്. അങ്ങനെ UDF പോയാൽ, CPI UDF പോയാൽ ലീഗ് LDF വരണം എന്നാണ് നിൽക്കുന്നൊരു കഥ. അത് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു കാര്യമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ LDFും UDFും വലിയ വിഷയമല്ല. UDFനോടും LDFനോടും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും LDFനോടൊന്നും അങ്ങനെ കാടുകട്ടി LDF വിരുദ്ധതയൊന്നുമില്ല. കേരള കോൺഗ്രസ്സിന് പോവാമെങ്കിൽ പിന്നെ ലീഗിന് പോയിക്കൂടെ? അപ്പം ലീഗിന് വേണമെങ്കിൽ ഇടതുപക്ഷത്താകാം, CPI UDFൻ്റെ കൂടെ നിൽക്കാം. ഇതും ഒരു നല്ല ഫോർമുലയാണ്, നമുക്ക് ചിന്തിക്കാവുന്നൊരു ഫോർമുലയാണ്. അല്ലെങ്കിൽ UDFൻ്റെ കൂടെ തന്നെ CPI കൂടി പോകും. കാരണം CPIക്ക് അങ്ങനത്തെ വിഷയമില്ല. നേരത്തെയും മാത്രമല്ല ഇപ്പം ഒരുപാട് പേര് CPI രാജിവെച്ചിട്ട് കോൺഗ്രസ് ചേരുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ പിന്നെ കൊല്ലത്തുമൊക്കെ ഒരുപാട് പേര് ചേരുന്നുണ്ട്. കോൺഗ്രസിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും UDF CPIക്ക് പോകാം, ഒരു ഓപ്ഷൻ. LDF ലീഗിനെ കൊണ്ടുവരാം, മറ്റൊരു ഓപ്ഷൻ. കേരള കോൺഗ്രസിനെ UDF കൊണ്ടുവരാം, മറ്റൊരു ഓപ്ഷൻ. ഇങ്ങനെ പല പല രാഷ്ട്രീയ ചോയ്സുകളാണ് കേരളത്തിൽ കിടന്ന് കറങ്ങുന്നത്. എന്തായാലും CPIയെ സംബന്ധിച്ചിടത്തോളം 27-ാം തീയതി നിർണായകമായ ഒരു ദിവസമാണ്. കാരണം അന്നാണ് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവൊക്കെ കൂടുന്നത്. വളരെ കൃത്യമായി എല്ലാവരും ആലപ്പുഴയിലുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയുടെ ചരിത്ര ഭൂമികയിൽ വെച്ച്, പുന്നപ്ര വയലാർ സമരഭൂമികയിൽ വെച്ച് അവർ രാവിലെ രക്തസാക്ഷി പ്രമേയവും രക്തപുഷ്പാർച്ചനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഇതിൻ്റെ സമിതി കൂടുന്നുണ്ട്. ആ സമിതിയിൽ വെച്ച് വളരെ ഗൗരവമായ ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതിനിടയിൽ ശിവൻകുട്ടി സാറ് കൃത്യമായി മന്ത്രി അനിലിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ ബിനോയ് വിശ്വത്തെ കണ്ടു എന്നും അറിയുന്നു. മഞ്ഞുരുകിയോ എന്ന് ചോദിച്ചപ്പോൾ ശിവൻകുട്ടി സാർ പറഞ്ഞത് ഉരുകും, തീ കൊടുത്തിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്, മഞ്ഞുരുകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ബിനോയ് വിശ്വത്തിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പത്രങ്ങളിൽ അറിഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്, പത്രങ്ങളിൽ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞതെന്ന് ചിഞ്ചു റാണിയും മന്ത്രിമാരും എല്ലാവരും പറയുന്നു. CPMൻ്റെ മന്ത്രിമാരും എല്ലാം പറയുന്നു. 2 വട്ടം ക്യാബിനറ്റിൽ വന്ന് ഡിഫർ ചെയ്ത് മാറ്റിവെച്ച ഒരു സബ്ജക്റ്റ് 3-ാമത്തെ വട്ടം ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാതെ ഒപ്പിട്ടൊരു സെക്രട്ടറി ഉണ്ട് ഇവിടെ, ഒപ്പിട്ടൊരു സംവിധാനമുണ്ട് ഇവിടെ. ആ സംവിധാനം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. വളരെ കൃത്യമായി ഈ കഥ, അതായത് CPI രാജിവെക്കുക എന്നുള്ളതല്ലാതെ CPIയുടെ മുന്നിൽ ഇപ്പോൾ മറ്റൊരു മാർഗമില്ല. ബ്രൂവറിയുടെ അടുത്ത് ഇഷ്യൂ വരുന്നു. എന്തായാലും CPIക്ക് യോജിക്കാവുന്ന നയങ്ങളല്ല CPM നടപ്പിലാക്കുന്നത്. അതേസമയം ലീഗിന് ഇതിനോടൊക്കെ താല്പര്യവുമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസും ഉണ്ട്, ലീഗിനും താല്പര്യമുണ്ട്. ഇപ്പോൾ UDF LDF ഘടകകക്ഷി സംവിധാനങ്ങൾ ഒന്ന് മാറിയും തിരിച്ചും പൊളിച്ചെഴുതിയാൽ കൃത്യമായി കേരളത്തിൽ അവരവരുടെ അജണ്ടയുമായി പോകാൻ പറ്റും. തർക്കമില്ല, വഴക്കില്ലാത്ത രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ CPI പിന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. മുന്നോട്ട് പോയാൽ മുന്നണി സംവിധാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് CPIയുടെ തീരുമാനം പിന്നോട്ടോ മുന്നോട്ടോ അവർ പിന്നാമ്പുറം കാണിക്കുമോ ഉമ്മറം കാണിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.